KSS കോടോത്ത് ഒരു പ്രിപ്പയർ ചെയ്ത ഒരു കമ്പോസ്റ്റ് യൂണിറ്റാണിത്. ഇത് അധിക കാർബൺ അടങ്ങിയ ജൈവ വസ്തുക്കൾ മണ്ണിലിടുമ്പോൾ അത് ചില പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. അധിക കാർബണുള്ള ഈ വസ്തുക്കൾ മണ്ണിൽ കിടക്കുമ്പോൾ മണ്ണിലെ മൈക്രോബ്സ് സൂക്ഷ്മജീവികൾ ഈ കാർബണെ വിഘടിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കും. അത് വിഘടിപ്പിച്ച് തീരുന്നത് വരെയുള്ള കാലത്ത് ആ പ്രദേശത്ത് അവൈലബിൾ ആയിട്ടുള്ള നൈട്രജനെ ഈ ജീവാണുക്കൾ ഇത് വിഘടിപ്പിക്കാൻ വേണ്ടി എടുക്കും. അപ്പോൾ ആ പ്രദേശത്തുള്ള ചെടികൾക്ക് ഈ ഒരു കാലഘട്ടത്തിൽ നൈട്രജനെ കിട്ടിയല്ല. ഇതിന് നൈട്രജനെ മണ്ണിലെ കൊള്ളയടിക്കൽ എന്നാണ് ശാസ്ത്രീയമായി പറയപ്പെടുന്നത്. ഈ മണ്ണിലെ കൊള്ളയടിക്കൽ വഴി ചെടികൾക്ക് ഈ നൈട്രജൻ കിട്ടാത്ത അവസ്ഥ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ പൗൾട്രി ഫാമിൽ നിന്നുള്ള വേസ്റ്റ് കോഴിവളങ്ങൾ ഉപയോഗിക്കുമ്പോൾ അതിൽ അധിക കാർബൺ ഉള്ളതാണ്. അപ്പോൾ അത് ഡീകമ്പോസ് ചെയ്യാതെ ഇടുന്നത് വഴി ആ പ്രദേശത്ത് നൈട്രജന്റെ ലഭ്യത കുറയുന്ന അവസ്ഥയുണ്ടാകും. അതുകൊണ്ട് ഈ കോഴിവളത്തെ ഡീകമ്പോസ് ചെയ്തിടാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെക്നോളജിയാണിത്. ഇത് ICAR IHRന്റെ ടെക്നോളജിയാണ്. ഇത് വിൻഡ്രോ മെത്തേഡ് എന്ന് പറയും. ഇത് അർക്ക ഡീകമ്പോസർ ഉപയോഗിച്ച് ഡീകമ്പോസ് ചെയ്ത് ഈ ജൈവവളത്തെ നല്ലൊരു ജൈവവളമാക്കി മാറ്റുന്നതാണ് ഈ യൂണിറ്റ്. ഇത് ഇവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. പക്ഷെ ഇത് ബാലൻസ് ഉണ്ടെങ്കിൽ മറ്റുള്ള ആൾക്കാർക്ക് കൊടുക്കാനും കൂടെ റെഡിയാണ്. അതുപോലെ ഇത് സിമിലർ ആയിട്ടുള്ള യൂണിറ്റുകൾ പല ഭാഗത്തും ആൾക്കാർ ചെയ്യുന്നുണ്ട്. കടുമേനിൽ ചെയ്യുന്നുണ്ട്, മാലോത്ത് ചെയ്യുന്നുണ്ട്, ചെറുപുഴ ചെയ്യുന്നുണ്ട്, അങ്ങനെ പല പ്രദേശം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പ്രദേശത്തുള്ള ആൾക്കാർക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇവരോട് പറഞ്ഞ് അവരുടെയൊക്കെ ഉപയോഗം കഴിഞ്ഞിട്ടുള്ള ബാക്കി ലഭ്യമാക്കുന്നതായിരിക്കും. ജൈവവളം എന്ന് പറയുന്നത് ഒരു തട്ടിപ്പായി മാറിയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നല്ലൊരു ജൈവവളം പുറത്തുനിന്ന് വാങ്ങിക്കുക എന്നത് ഒരു വലിയ ബുദ്ധിമുട്ടാണ്, ഒരു ചലഞ്ചായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ കർഷകർക്ക് തനിയെ സ്വന്തമായിട്ട് നല്ലൊരു ജൈവവളം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ഒരു ടെക്നോളജിയാണിത്. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയേണ്ടവർക്ക് ചുള്ളി ഫാമുമായി ബന്ധപ്പെടാം. ഞങ്ങൾ എല്ലാ ഡീറ്റെയിലും പറഞ്ഞു തരുന്നതാണ്, ട്രെയിനിങ്ങും കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ ഇത് ചെറിയ ഗ്രൂപ്പുകൾക്ക് ഇത് സ്വയം ഉണ്ടാക്കിയെടുക്കാം. ഇനി അങ്ങനെ ഉണ്ടാക്കാൻ കഴിയാത്ത കർഷകർക്ക് ഇതുപോലെയുള്ള ഗ്രൂപ്പുകളിൽ ഉണ്ടാക്കിയ വളം അവർക്ക് ആവശ്യത്തിന് ശേഷമുള്ളത് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങാവുന്നതുമാണ്.